രാവിലെ ഒരു 11 മണിയായി മലയാളികളൊക്കെ എൻ്റെ കഥ അറിഞ്ഞു. ഒരു 11:30 ആയപ്പോൾ സീറ്റ് ഹോമിൻ്റെ കഥ കഴിഞ്ഞു. ഞങ്ങൾ 2015 ഞങ്ങൾ കൂടിയപ്പോൾ ഷാൻ എഴുതി വെച്ചൊരു പേപ്പറുണ്ട്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ബാംഗ്ലൂർ ഓഫീസിൽ വരുവാണെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങളുടെ ഫ്രെയിം ചെയ്ത ബുക്ക് വെച്ചിട്ടുണ്ട്. ആ സാധനം ഇട്ടിട്ടുണ്ട്. തനിക്ക് പണിയറിയാമില്ല, താനെന്തിനാടി പണിക്കിറങ്ങിയെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അവസാനം ഞാൻ മടുത്ത് ഞാൻ അവസാനം ഒരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്ത് അങ്ങനെ സീറ്റ് ഹോം ടെമ്പററി ഒരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്യുകയാണ്. അപ്പൊ അതൊക്കെ അതിന്റെ വഴിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇന്റർനെറ്റ് ലോകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കുറച്ചുകൂടി എല്ലാവരും പ്രൗഡായി കാണും. ഒരാളൊരു മോശം പറഞ്ഞാൽ അല്ല നീ പറയുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. 2012 ഞാൻ ഓൺലൈനിൽ മീമിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്നാന്നറിയാം. അപ്പൊ അന്ന് ദീപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ദീപ നിങ്ങൾ മീൻ മേടിക്കണം, കമ്പ്യൂട്ടർ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞാലേ കേൾക്കുമ്പോഴേ ഒരു ചിരിയാണ്. എന്നിട്ട് എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസം അതായിരുന്നു. എങ്ങനെ കമ്പ്യൂട്ടർ കൂടെ നിങ്ങൾക്ക് മീൻ കിട്ടുമെന്ന് ഈ കസ്റ്റമറോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞാലും ചിലര് ഗൗരവത്തോടെ കേൾക്കും. അന്നൊക്കെ എനിക്ക് തോന്നുന്നു STDയും പിന്നെ സൈബർ കഫേ ഒക്കെ ഉള്ള സമയമാണ്. അതിന്റെ സമയത്തൊന്നും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വളരെ കുറവല്ലേ, വളരെ കുറവല്ലേ. എനിക്കില്ലായിരുന്നു കമ്പ്യൂട്ടർ. അതൊരു ലേണിംഗ് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്തു? അത് കഴിഞ്ഞ ആ സമയത്താണ് ഒരു ചെറിയ കമ്പ്യൂട്ടർ, അന്ന് വലിയ കമ്പ്യൂട്ടർ വലിയ കമ്പ്യൂട്ടർ വാങ്ങിയാണ്ടിരുന്നത്. അതൊരു റിയൽ ടോക്ക്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനത്തിനെ വെക്കാൻ നമ്മൾ നടക്കുന്നു. ഓക്കെ, അപ്പൊ അതെങ്ങനെ ആ ഒരു ഫേസ് എങ്ങനെ കഴിഞ്ഞു? അതെങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റി? സീറ്റ് ഹോം ഒരു സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ സീറ്റ് ഹോം ഒരു ഇന്നോവേറ്റീവ് ഐഡിയയും ഒരു ഇന്നോവേഷനും ആയിരുന്നു. ഇന്ത്യയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് അന്ന് $50 ബില്യൺ ഡോളറിലധികം വരുന്ന വലിയ മാർക്കറ്റിനെ ആദ്യമായി ഡിജിറ്റലൈസ് ചെയ്തൊരു വിപ്ലവമായിരുന്നു സീറ്റ് ഹോം. അതൊക്കെ എനിക്ക് പിന്നീട് മനസ്സിലാവുന്നു, അല്ലാതെ ഒരു ചെറിയ കഥയല്ലായിരുന്നു. അങ്ങനെ ആ ഒരു മേഖലയെ ഇന്ത്യ എന്ന രാജ്യത്ത് ഡിജിറ്റലൈസ് ചെയ്തത് സീറ്റ് ഹോമിലൂടെയാണ്. അപ്പോൾ അത്രയും വലിയൊരു സംഭവത്തെയാണ്. പക്ഷെ അതൊരു ലാഭകരമായ ബിസിനസ് ആയിരുന്നില്ലെന്ന്. പിന്നെ ഞാനും മീനെക്കുറിച്ച് എനിക്കറിയാം, എങ്ങനെ വാങ്ങണം, എങ്ങനെ എടുക്കണം, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒരു ഓൺലൈൻ കമ്പനി നടത്തുന്ന ആൾക്ക് അത് മാത്രം പോരാ. ഫസ്റ്റ് അയാൾക്ക് ടെക്നോളജി അറിഞ്ഞിരിക്കും. എനിക്ക് ഇപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. നമുക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും അതർ പീപ്പിൾ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ ടെക്നോളജിയോടും അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ശൂന്യാകാശത്തിന്റെയും കടലിന്റെ അടിയിലേക്ക് സിനിമാരംഭന്റെ മോൻ പറയും ചാച്ചന് പറ്റിയൊരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറയും. നമുക്ക് അറിയില്ല എന്റെ ബാക്കി കാര്യങ്ങൾ, പക്ഷെ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ്. അങ്ങനത്തെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ഇതിനകത്ത് കയറി തുടങ്ങിയത്. അങ്ങനെ ഞാൻ 2012 തുടങ്ങി 2014 ആയപ്പോ ഈ ഫോബ്സ് വന്നു കഴിഞ്ഞ് പിന്നെ മാഗസിൻസും പത്രങ്ങളൊക്കെ എന്ന് ഇന്റർവ്യൂവും പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വലിയ വലിയ പത്രക്കാർ വരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ മനോരമ ഒരു ദിവസം എന്നെ ഇന്റർവ്യൂ ചെയ്തു. തിരുവനന്തപുരത്ത് മനോരമയുടെ അന്ന് പത്രത്തിന്റെ കൂടെ വേറൊരു ഇതുണ്ടായിരുന്നു. ആ പത്രത്തിൽ എന്റെ കടപ്പുറത്ത് കൊണ്ട് നടക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചൊരു കഥ അടിച്ചു വന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു ആ സമയത്ത്? പൈസ അന്ന് അത്യാവശ്യം പൈസ ഉണ്ട്. കാരണം എന്റെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് വൈഫുമാരുണ്ട്. അപ്പൊ അത്യാവശ്യം പൈസ. പക്ഷെ പൈസ നമുക്ക് കിട്ടും, പക്ഷെ നെറ്റ് പ്രോഫിറ്റ് ഇല്ലായിരുന്നു. നഷ്ടത്തിലായിരുന്നു കച്ചവടം നഷ്ടത്തിലായിരുന്നു. പക്ഷെ എന്റെ പ്രതീക്ഷയുണ്ട്, ഇത് ഇന്ത്യയിലെ ആദ്യത്തെയാണ്, ലോകത്തിലെ ആദ്യത്തെയാണ്. എന്റെ മനസ്സിൽ ഈ പറഞ്ഞ മാതിരി ഒരു സാധനം നമുക്ക് ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും എത്തിക്കാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയും സാധനമൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ചെയ്യാൻ വന്നൊരു VC സർക്കിൾ ഉണ്ട്. ഇപ്പോഴും VC സർക്കിൾ ഓൺലൈനിൽ VC സർക്കിൾ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് ചേട്ടാ ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഇത് ഇന്ത്യയിലെ ഒരു മാർക്കറ്റിനെ ഡിജിറ്റലൈസ് ചെയ്ത കഥയാണ്. വന്ന് അപ്പൊ നിങ്ങളെ തേടി പൈസ അയക്കട്ടെ ആൾക്കാർ വരും, ചേട്ടൻ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇവൻ എന്തോ തട്ടിപ്പാണ്, പൈസ അയക്കട്ടാരെ നമ്മളെ തേടി വരണമെന്നുള്ളതായിരുന്നു എന്റെ ധാരണ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ VC സർക്കിളിനെ കുറിച്ചും പിന്നെ VCയെ കുറിച്ചും വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ചൊക്കെ ഗൂഗിളൊക്കെ ഉണ്ടെന്ന് തപ്പി ചെന്നപ്പോ എനിക്ക് മനസ്സിലായി ആരൊക്കെയോ എവിടെയൊക്കെയോ പൈസ ആയിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടാൽ കാശൊക്കെയായിട്ട് വരും. അല്ലാണ്ട് നമ്മുടെ മനസ്സിലുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് ബാങ്ക് വെക്കുക, ലോൺ എടുക്കുക, കച്ചവടം ചെയ്യുക, നഷ്ടം വന്നാൽ ബാങ്ക് അതെല്ലാം കൂടി കൊണ്ടുപോകും, ലാഭം ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം. ഇത്രയേ ഉള്ളൂ. അതായിരുന്നു എന്റെ മുന്നിലുള്ള പൈസക്കുള്ള ആകെയുള്ളൊരു സോഴ്സ്. പക്ഷെ അതും അല്ലാതെ എന്തൊക്കെയോ ലോകത്തുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതും എന്നെ അതിലേക്ക് ഇറക്കിയതും ഈ VC സർക്കിളിന്റെ ഇന്റർവ്യൂ ആണ്. ഈ ഒരു എക്സ്പോഷർ ഇങ്ങനെ ഒരു സാധനം ലോകത്തുണ്ടെന്ന് എന്നെ കാണിച്ചു തന്നവരാണ്. അങ്ങനെ മനസ്സിലായപ്പോ എനിക്കൊരു പ്രതീക്ഷ വന്നു, ഇത്
നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ പോയത്. അങ്ങനെ മനോരമയിൽ ഇന്റർവ്യൂ വന്നു. ഏകദേശം രാവിലെ ഒരു 11 മണിയായി. മലയാളികളൊക്കെ എൻ്റെ കഥ അറിഞ്ഞു. ഒരു 11:30 ആയപ്പോൾ സീറ്റ് ഹോമിന്റെ കഥ കഴിഞ്ഞു. ഏകദേശം ഒരു അയ്യോ, 1000-ലധികം ചിരിക്കാൻ പാടില്ല, ഒരാളുടെ സ്വപ്നം തീരുന്നു. പക്ഷെ അങ്ങനെയാണ് പല സമയങ്ങളിലും. ഒരു 1000-ലധികം പേര് ഒന്നിച്ച് സീറ്റ് ഹോമിന്റെ സൈറ്റ് അരച്ചു കയറി. സീറ്റ് ഹോം ക്രാഷായി, ഓ, സൈറ്റ് ക്രാഷായി, ആകെ പ്രശ്നമായി. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ടെക്നോളജിയിലുള്ള എൻ്റെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഒരു കുഴപ്പമാണ്. എനിക്ക് അതിനൊരു നല്ല അറിവുണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ എനിക്ക് ചെയ്തു വെക്കാമായിരുന്നു. അതെ, അതെ. എന്തെങ്കിലും കൂട്ടണം, അത് കൂട്ടണം, സെർവർ കൂട്ടണം എന്നൊക്കെ ഇവർ പറയണുണ്ട്. അതൊക്കെ അന്ന് എനിക്കറിയാം. എന്റെ അറിവില്ലല്ലോ, ഞാൻ ആരെങ്കിലും പറയുന്നല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അതൊന്നും ചെയ്തില്ല. അങ്ങനെ അത് പൊട്ടി. അങ്ങനെ പിന്നെ സീറ്റ് ഹോം 3 ദിവസം കഴിഞ്ഞ് വീണ്ടും തുറന്നു. പിന്നെ 100 പേര് 150 പേര് കയറുമ്പോഴേ എന്നും പ്രശ്നങ്ങളായി, ആകെ കുഴപ്പമായി. അവസാനം ഞാൻ ആൾക്കാർ മടുത്ത് ഞാൻ ഈ ഒരു ഫോണാണ്, മൊബൈൽ ഫോൺ എൻ്റെ, ഞാൻ തന്നെയാണ് കസ്റ്റമർ സപ്പോർട്ട്, ഞാൻ തന്നെയാണ് മുതലാളി, ഞാൻ തന്നെയാണ് പാക്കർ, നോക്കിയയുടെ സമയം, എല്ലാം ഞാൻ. നോക്കിയ ആ ഫോണിന്റെ സമയം. നോക്കിയ ഈ മൂലെന്നൊരു സാധനം വലിച്ചിങ്ങനെ വെക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതെ, അതെ, നല്ല വെയിറ്റ് ഉള്ള. ആ സാധനം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്, കസ്റ്റമറുണ്ട്. എടോ എങ്ങനെയെങ്കിലും തുടങ്ങണോ, ഞങ്ങൾക്ക് നല്ല മീൻ കിട്ടില്ലെന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പണിയറിയാമില്ല, താനെന്തിനാടി പണിക്കിറങ്ങിയെന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അവസാനം ഞാൻ മടുത്ത്, ഞാൻ അവസാനം ഒരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്ത്, അങ്ങനെ സീറ്റ് ഹോം ടെമ്പററി ഒരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്യുകയാണ്. അങ്ങനെ സീറ്റ് ഹോം അടച്ച് പൂട്ടി. പക്ഷെ മനസ്സിലത് പൂട്ടിയിട്ടില്ല. ഇല്ല, മനസ്സിൽ പൂട്ടില്ല. അതല്ല, ഞാൻ അന്നേരം എന്തിനാ നടക്കണമെന്നറിയോ, ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ അന്വേഷണം ഒരു IT അറിയാവുന്ന ഒരാൾ എൻ്റെ കൂടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു വർക്കിംഗ് പാർട്ണറായിട്ടെങ്കിലും എൻ്റെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇതൊക്കെ അറിയാവുന്ന ഒരാളെ തപ്പി നടക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ വരുവാണ്. എൻ്റെ പേര് ഷാൻ കടവിൽ, നിങ്ങൾ എന്താണ് എനിക്ക് മീൻ തരാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങളൊരു സ്ഥിരം കസ്റ്റമറാണ്. നല്ല മീനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, ഇതുവരെ ഇപ്പൊ മീൻ കിട്ടുന്നില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ഇതാണ് പ്രശ്നം, എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്, അതുകൊണ്ട് ഞാനൊരു IT ആൾക്കാരെ കൂട്ടി ഞങ്ങൾ വീണ്ടും തുടങ്ങുന്നത്, അപ്പൊ നിങ്ങൾക്ക് മീൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ വെച്ച് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മാത്യുവിനെ ഒന്ന് കാണണമെന്ന്. ഞാൻ അരൂര്, ചേർത്തല അരൂരാണ്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് എൻ്റെ ഷാൻ കടവിൽ എന്ന് പറയുന്ന എന്നെ വിളിച്ച അദ്ദേഹവും സുരേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും കൂടി എന്നെ കാണാൻ എൻ്റെ അരൂരത്ത് ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാത്യു ഒന്ന് ബാംഗ്ലൂർക്ക് വരാമെന്ന് ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല, പുള്ളി അപ്പോൾ തന്നെ ടിക്കറ്റ് ഒക്കെ വെച്ചു തന്നു. ഞാൻ ഇവിടെ നേരെ ബാംഗ്ലൂരിൽ വരുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഷാൻ കടവിലിന്റെ ഗൂഗിളൊക്കെ അടിച്ചു നോക്കി. അപ്പൊ ഷാൻ കടവിൽ Zynga.com എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ CEO ആണ്. ഈ സുരേഷും സിംഗയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരെന്നെ സിംഗയുടെ ഓഫീസിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. സിംഗയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു 5-6 നില ബിൽഡിങ്ങിൽ ഒരു നിലയിൽ ഇവരിയ്ക്കുന്ന നിലയിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം വലിയ സ്ക്രീനിലേക്ക് നോക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സ്ക്രീൻ ഓരോ ഭൂഖണ്ഡത്തിലെ വീഡിയോ ഗെയിം കളിക്കുന്നവരുടെ നമ്പറുകൾ അതിൻ്റെ അടിയിൽ വന്നിടുന്നു. 4,60,000, 1,80,000, 2,40,000 ഒക്കെ വന്നിട്ടും പൊട്ടണമില്ല, ചീറ്റൊന്നുമില്ല. നമ്മുടേത് 1000 പേര് പൊട്ടിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, അതുക്കും മേലെ സാധനമൊക്കെ ഉണ്ട് ഈ ലോകത്തെ, നമുക്കറിവില്ലായ്മ കൊണ്ടാണ്, അല്ലാണ്ട് അതെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നെ ചർച്ചകൾക്ക് ശേഷമാണ് ഞാനും ഷാനും, അന്ന് ഷാന്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടി ഞങ്ങളൊരു 8 co-founders കൂടിയിട്ട് 2015 സീറ്റ് ഹോമായിട്ട് തന്നെ തുടങ്ങി. എന്നിട്ട് ആ C എടുത്ത് മാറ്റിയിട്ട് ഞങ്ങളോട് ഫ്രഷ് വെച്ച് ഞങ്ങൾ മീറ്റും ചിക്കനും അത് C ആയിരുന്നു, മീൻ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് C എടുത്ത് മാറ്റിയിട്ട് ഫ്രഷ് വെച്ച് അങ്ങനെ ഞങ്ങൾ മീറ്റും ചിക്കനും എല്ലാ സാധനവും അതിനകത്ത് കയറ്റി. അങ്ങനെയാണ് 2015 ഫ്രഷ് ടു ഹോം ആയിട്ട് റീലോഞ്ച് ചെയ്യുന്നത്. സോ ഇതിലിപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രണ്ടുമായിട്ടോ ആരെങ്കിലും ആയിട്ട് ചേരുമ്പം പാർട്ട്നേഴ്സിനെ ഒരിക്കലും വിശ്വസിക്കരുത്, തകരും, പൈസ ഇതാണ് പ്രശ്നമാണ്, അങ്ങനെ ഒരു, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ ഒരു ചിന്താഗതിയുടെ, ദീപയ്ക്ക് വലുതാകാനാണോ ആഗ്രഹം, അതോ ഇപ്പോൾ ഉള്ളത് പിടിച്ച് നമ്മുടെ കൈ വെച്ചോണ്ടിരിക്കാനാണോ? എന്റെ മുതലാണോ എനിക്ക് വലുത്, അതോ എന്റെ സ്വപ്നമാണോ വലുതെന്നാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഷാനും കൂടി ഇതൊരു എഗ്രിമെന്റ് പോലും ഇല്ല. വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കില്ലായിരിക്കും. ഞങ്ങൾ രണ്ടും തമ്മിൽ ഇതുവരെ ഒരു എഗ്രിമെന്റ് പോലും ഇതുവരെ എഴുതപ്പെട്ടില്ല. എല്ലാവർക്കും അങ്ങനെയാ ഒരു ഇത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാം, അത് നമ്മുടെ ഒരു പഴയ സങ്കല്പങ്ങളാണ്.
നമ്മളെ പഴയ സങ്കല്പങ്ങളിൽ നിന്ന് ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അല്ലാതെ നമ്മളിങ്ങനെ പണ്ട് മനസ്സിൽ വെച്ചോണ്ട് 51% എൻ്റെ ഉണ്ടാവണം, 100% ഞാൻ തന്നെ തിന്നുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വളരാൻ പറ്റില്ല. 51% കൂടുതൽ പോയാൽ നമ്മളെയും കൊണ്ട് അവര് പോകും. ഞങ്ങൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ തന്നവരാരും ഇവിടെ ഇവിടെ വന്ന് മീൻ കമ്പനി നടത്താനാണ് അവൻ നേരം. അവൻ അതിന് നേരെ ഇല്ലെന്ന്. അവന് വേണ്ടത് അവന് എന്താണ് അവന്റെ ഉദ്ദേശം നമുക്കറിയാം. അത് കിട്ടുക. ഫ്ലിപ്കാർട്ട് വിറ്റപ്പോ അതിന്റെ ഓണർക്ക് 6.5% ഷെയർ അവന്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു വലിയ ആ 6.5 എന്നുള്ളത് 1600 കോടിയായി. അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ് ഇത് 1% കൂടി ആർക്കും കൊടുക്കില്ല, ഞങ്ങൾ തന്നെ കഴിക്കുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ 100% കിട്ടിയാലായിരുന്നു 1600 കോടി. അപ്പോ അതൊക്കെ നമ്മുടെ പഴയ ഒരു സങ്കല്പം, ഡിജിറ്റലൈസ് ഒന്നും ചെയ്യാത്ത കാലത്തുള്ള നമ്മുടെ പഴയ സങ്കല്പങ്ങൾ അതൊക്കെ മാറി നമ്മുടെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ ചിന്തകളും പ്രതീക്ഷകളും എല്ലാം മാറ്റണം നമ്മൾ, എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. എല്ലാ ബിസിനസ്സും നോക്കി ഇന്ന് ഇന്ത്യയിലെ വളർന്നിട്ടുള്ള എല്ലാ സ്റ്റാർട്ടപ്പുകളും അതിന്റെ ഓണേഴ്സിന്റെ കയ്യിലുള്ള ശതമാനം വളരെ ചെറുതാണ്. അവർ ആ ചെറിയ ശതമാനത്തിൽ ഒതുങ്ങാൻ തയ്യാറായത് കൊണ്ടാണ് അവർ വളർന്നത്. അവരതൊന്നും ഞങ്ങൾ വിടിയലാന്ന് പറഞ്ഞാൽ അവർക്ക് വളർച്ച ഉണ്ടായില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോഴും ഇപ്പൊ ഇത് പറയുമ്പോഴും ചിലപ്പോൾ വേണേൽ കാരണവന്മാർ പറയും ഇതിപ്പം മണ്ടത്തര കാണിക്കുന്ന അബദ്ധം ചെയ്യണമെന്നൊക്കെ വേണേൽ ചിന്തിക്കാം, ചിലപ്പോൾ അബദ്ധം ആയിരിക്കാം. പക്ഷെ എന്നെ ഇവിടെ വിളിച്ച് ഇരുത്തി എന്തുകൊണ്ടാണെന്നറിയോ, ഞാനത് അവർക്ക് കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. എന്റെ ടീമിനെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ ഒരിക്കലല്ലോ. ചിലപ്പോ 100% എന്റെ തന്നെ ഇരുന്നെങ്കിൽ ഞാൻ എന്റെ നാട്ടിൽ ഇരുന്നു, എന്റെ മനുഷ്യനും അറിയില്ല. ഇന്നിപ്പോ അറ്റ്ലീസ്റ്റ് ബിസിനസ് ലോകത്തെങ്കിലും കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ മാത്യു ജോസഫ് എന്നും ഫ്രഷ് ഷോ എന്നും പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ കുറച്ചെങ്കിലും ഉണ്ടാവും, അല്ലെ. ആ ഒരു വളർച്ചയിലേക്ക് നമ്മളെ നയിച്ചത് നമ്മളുടെ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണെന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അനന്താകാശം പോലെ വിശാലവും ആഴി പോലെ അഗാധവുമായ ഹൃദയം വേണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഈഗോ ഇല്ലാത്തൊരു ലോകമായിരിക്കണം, ബന്ധമായിരിക്കണം. ഞങ്ങൾ 8 കോമ്പൗണ്ടേഴ്സ് ഇന്ന് വരെ മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങൾ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അടി കൂടുക അതൊക്കെ ചെയ്യും. അതൊക്കെ അതിനകത്ത് അതൊക്കെ എല്ലാം അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഒരു ആശയം പറഞ്ഞാൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയും, അതല്ല ഇതാണ് ശരി എന്ന് പറയും, അത് സ്വാഭാവികമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റിൽ ഒരു ഈഗോ തോന്നിയ ഏതെങ്കിലും ഒരു പാർട്ട്ണർ 8 പേരിൽ ഒരാൾ അങ്ങനെ തോന്നുമ്പോ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ ഓക്കെ. അത് എന്റെ ഗുണം കൊണ്ടല്ല, അത് ഞങ്ങളുടെ ടീം ലീഡർ ഷാൻ കടവില്ല. ഷാൻ ഭയങ്കര ടീം ലീഡറാണ്. ഒരാളെ കൊണ്ടുപോകാൻ കൊണ്ടു നടക്കാനൊക്കെ മിട്ടുമിട്ടുക. മനസ്സിലായി, അതിലാണ് ഇപ്പൊ എനിക്ക് എന്റേതായ ഒരു ദോഷം എനിക്കുണ്ടാവും, അല്ലെ. ഷാന്റേതായ ദോഷം ഉണ്ടാവും, സുരേഷിന്റെ ആണ്. എല്ലാ മനുഷ്യർക്കും അവനവന്റെ ദോഷങ്ങളും പ്ലസും മൈനസും ഉണ്ടാവും. ആ പ്ലസും മൈനസും അറിഞ്ഞ് നമ്മളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണല്ലോ ഒരു ലീഡർ ചെയ്യേണ്ടത്. ആ റോള് ഷാൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമായിരിക്കും, അല്ലെ. ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക് സീറ്റ് ഹോം നടത്തിയപ്പോ ഉണ്ടായിരുന്ന എന്താ, ഞാൻ ഒറ്റയ്ക്ക് ഒരാളായിരുന്നു. അപ്പോൾ എന്തു പറ്റും, എല്ലാ സംശയങ്ങളും ഞാൻ എന്നോട് തന്നെ ചോദിക്കും, എല്ലാത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറയും. എന്റെ ഏത് മനുഷ്യനും പറയുന്ന ഉത്തരം ഞാൻ വിചാരിക്കുന്നറിയാം, ഞാൻ പറയണോ ഞാൻ ചെയ്യണോ എല്ലാം ശരിയാണെന്നാണ്, അല്ലെ. ഇപ്പൊ ദീപ വിചാരിക്കുന്നത് ദീപയുടെ ചിന്താഗതിയാണ് ശരി, ദീപ പറയുന്നതാണ് ശരി, ദീപ ചിന്തിക്കുന്നതാണ് ശരി എന്നാണ് ദീപ ചിന്തിക്കുന്നത്. ഞാനും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മളൊരു ടീം ആകുമ്പോഴാണ് എന്റെ ചിന്തയിലെ ദോഷങ്ങളെ തെറ്റുകളെ വേറൊരാൾ എന്നെ ചൂണ്ടിക്കാണിച്ചു തരും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ്സും കൂടെ വേണം. ആ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധനത്തിനെ നമ്മുടെ ടീം മീറ്റിങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഉള്ളിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ലീഡറിന്റെ, അല്ലെ. ഒരാളൊരു മോശം പറഞ്ഞാൽ, അല്ലെ നീ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ ചെയ്യണ മുഴുവൻ ശരിയായിരിക്കും, പക്ഷെ ശരിയല്ലാത്തതുണ്ടെന്ന്. ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തിട്ട് അബദ്ധമായ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. അപ്പൊ അത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് അബദ്ധമായിരുന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനത്തെ തെറ്റുകളെല്ലാം മനുഷ്യർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങനത്തെ ഓരോരുത്തരുടെയും പ്ലസും മൈനസും അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ടീം. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല ടീം ഏതാന്ന് ചോദിച്ചാൽ ഫ്രഷ് ഹോമിന്റെ ടീമാണ്, ഒരു സംശയമില്ല. എല്ലാരും ദീപിക്ക് സംശയമുണ്ട്. നല്ല സാലറി കൊടുക്കണോണ്ടാണ്. സാലറി കൊടുക്കണോണ്ട് മാത്രമല്ല, സാലറി ഉണ്ട്. ഞങ്ങളുടെ ഈ ഇപ്പൊ കോഫൗണ്ടറിനെ താഴത്തോട്ട് ഇങ്ങനെ ഒരു ബിസിനസിനെ ഡെഫിനറ്റ്ലി അതിന്റെ എംപ്ലോയീസിന്റെ കഴിവുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.
കാരണം നമുക്കൊരു കൺട്രോൾ ഇല്ല. ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ് സെറ്റാക്കി വരുന്നത്. അപ്പൊ അതിനു വേണ്ടി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഞങ്ങള് കോഫൗണ്ടേഴ്സ് അല്ലാത്ത ഞങ്ങളുടെ മെയിൻ മാനേജ് ടീം ഉണ്ടല്ലോ, ടോപ്പിലുള്ള, ഉം. അതിലെല്ലാവർക്കും ഞങ്ങൾ ഷെയർ കൊടുത്തിട്ടുണ്ട്. ഉം. അവരെല്ലാവരും ഈ കമ്പനിയുടെ ഓണേഴ്സാണ്. ഉം. ഈ കമ്പനി ഒരു സെക്കൻഡ് വളർന്നാൽ അവർക്കും അതിൻ്റെതായ നേട്ടമുണ്ടാവും. അല്ലാതെ അവർ നമ്മുടെ ശമ്പളം വാങ്ങുന്ന ജോലിക്കാർ മാത്രമല്ല, അവർ കമ്പനിയുടെ ഓണേഴ്സാണ്. കറക്റ്റ്. ആ ഒരു ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിലും കൂടുതൽ എനിക്ക് ചെയ്യണമെന്ന് അവർക്കും ഫീലിംഗ് ഉണ്ടാകണ്ടേ. ഉം. ഇത് എന്റെയും കൂടി മുതലാവുന്ന ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ്. ഉം. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഞാൻ കഷ്ടപ്പെട്ട് കമ്പനി വളരുമ്പോൾ അത് എനിക്കും കൂടി പേഴ്സണലി വളർച്ച ഉണ്ടാക്കും എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കണ്ടേ. ഉണ്ടാക്കുമ്പോ അവരതിന് കൂടുതൽ വർക്ക് ഓട്ടോമാറ്റിക്കലി. ചെയ്യും. അതെ. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സീറ്റ് ഹോം ആയിരുന്നു, എനിക്കിവിടെ വന്നിരിക്കാൻ പറ്റില്ല. അതെ അതെ എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കണം, ഞാൻ തന്നെ ചെയ്യണം. എനിക്കിവിടെ വന്നിരുന്നാൽ എന്റെ മീൻ ചീഞ്ഞു പോകും. അതെ. ഇപ്പൊ അതല്ല, ഇപ്പൊ അതൊരു സിസ്റ്റം ഉണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്, അതിലൂടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഉം. അപ്പൊ ആ ഇനീഷ്യൽ സെറ്റപ്പിന്റെ ഒരു സമയമാണ് എല്ലാരും മനസ്സിൽ കുറച്ചിങ്ങനെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യേണ്ടത്. Instead of thinking about ownership, you should be more focused on the foundation building, അല്ലേ? ആ സെറ്റപ്പ് ആൻഡ് ദെൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. സിസ്റ്റം ഉണ്ടാക്കണം, അതാണ് ഒരു ട്രാക്ക് ഉണ്ടാക്കണം എല്ലാത്തിനും. അത് വളരെ പ്രധാനപ്പെട്ട. അതില്ലെങ്കിൽ നമുക്ക് ആ ടീം വർക്ക് ഇല്ലെങ്കിൽ ഇനിയുള്ള ബിസിനസ്സുകൾ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. പണ്ടിപ്പോ ഞാൻ ഒറ്റയ്ക്ക് സീറ്റ് പോകുന്ന തുടങ്ങിയ പോലെ ഇന്നൊന്നും ഒറ്റയ്ക്ക് തുടങ്ങിയിട്ട് ഒരു സാധനം ഓടിയില്ല. കാലം മാറിപ്പോയി. അപ്പൊ നമുക്കൊരു ടീം പല സ്ട്രെങ്തുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് ഒരാളെ വിശ്വാസമില്ല. ഒരാളെ നമ്മൾ വിശ്വസിക്കുക. നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ പറയും ആ വീടൊക്കെ ജപ്തിയായി പോകും, പോയാ എന്ത് ചെയ്യും, വീട് എന്തിനാ വെക്കുക. നമ്മൾ തന്നെ പണപ്പെട്ടിയുടെ മോടി ഇരിക്കണമെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ, ഓരോ പൈസ നിന്റെ കൈ കൊണ്ട് വേണം പോകാൻ. ഇതൊക്കെ നമ്മുടെ കാരണന്മാർ പഠിപ്പിച്ചേക്കണം. കാരണന്മാർക്ക് അറിയില്ലല്ലോ ഇപ്പൊ 5 പൈസ ബാങ്കിൽ നിന്ന് പോയി അപ്പ SMS വരുന്ന അവർക്ക് അറിയില്ല. ഇത്രയും സാഹചര്യങ്ങളും ഇത്രയും ടെക്നോളജിയും നമ്മുടെ മുമ്പിലുള്ളവ പണപ്പെട്ടിക്ക് ആരെങ്കിലും നോക്കട്ടെ എന്ന്. 5 പൈസ പോയി നമുക്ക് അപ്പം മെസ്സേജ് വരും, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്, എന്തിനാണ് ഇത് ആരെയും മേടിക്കുന്നത്. അതുകൊണ്ട് അത്രയും ടെക്നോളജി ഒക്കെ നമ്മുടെ ഉള്ളപ്പോൾ നമ്മൾ ടീം ബിൽഡ് ചെയ്യണം. ടീമിൽ ആൾക്കാർക്ക് നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നാൽ അതിൽ 8 പേരും ചിലപ്പോൾ നമുക്ക് പറ്റാത്തവരായിരിക്കാം, പക്ഷെ 2 പേരെ കിട്ടും. അങ്ങനെ നിങ്ങൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കണം. ഫിൽട്ടർ ചെയ്ത് നമ്മൾ ടീം ഉണ്ടാക്കണം. ആ ടീം വഴി കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഒറ്റയ്ക്കുള്ള ഒരു വർക്ക് ഒരിക്കലും പോലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാനുള്ള മാർക്കറ്റ് അല്ല നമ്മുടേത് ഒരു ടീമായി ഈ ലോകം കീഴടക്കാനുള്ള അത്രയും വലിയ മാർക്കറ്റിലാണ് നമ്മൾ ജനിച്ചു വളർന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ബ്രൂണൈ എന്ന രാജ്യത്ത് പോയി. ബ്രൂണൈ ഏറ്റവും സമ്പന്നനായ സുൽത്താനൊക്കെ ഉള്ള ബ്രൂണൈ. ആ രാജ്യത്തുള്ള മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 4,40,000 ആൾക്കാരേ ഉള്ളൂ. ഞാൻ എന്റെ പഞ്ചായത്തിലുണ്ടായിരുന്നു. അത്രയും വലിയ മാർക്കറ്റാണ് നമ്മുടേത്. ഈ ജനസംഖ്യയാണ്, പോപ്പുലേഷൻ ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഇന്ന് ലോകത്തിലെ എല്ലാ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന മാർക്കറ്റ് പിടിക്കാനാണ്. അവിടെയാണ് നമ്മൾ കളിക്കുന്നത്. അവിടുത്തെ സിറ്റിസൺസ് ആണ്. ടോട്ടൽ ജനസംഖ്യയുടെ 1% നമ്മുടെ എത്തിയാൽ തന്നെയും നമ്മൾ എന്ത് 1% ചെയ്ത ദീപയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രഷ് ഹോം ഇത്രയും കമ്പനി ഉണ്ട്, ഞങ്ങൾക്ക് ഇത്രയും ഫാക്ടറി ഉണ്ട്. ഇന്ത്യൻ ജനത്തിന് 1% ആൾക്കാർ ഇന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ ഫ്രഷ് ഹോമിൽ നിന്ന് മാത്രമേ മീൻ നാളെ കഴിക്കുള്ളൂ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു ജേർണിയില് ഫൈനലി ആമസോൺ വരെ എത്തിയല്ലേ. അപ്പം അവരുടെ അടുത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്നേക്കാൾ കൂടുതൽ കണക്ഷൻ ഷാനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് VC സർക്കിൾ വന്നപ്പോഴാണ് ഇത് അറിയാവുന്നത്. ഷാനോട് ബന്ധപ്പെട്ട ഷാൻ USA 7 വർഷം. അപ്പൊ പുള്ളിക്ക് അവിടെ വെച്ച് തന്നെ, അപ്പൊ USA ഒരു വെഞ്ചർ ക്യാപിറ്റലിന്റെ കഥ പറയട്ടെ. നമ്മളിപ്പോഴാണ്, ഞാൻ ഈ പ്രായത്തിൽ ഈ 2012 ഒക്കെ ആയപ്പോഴാണല്ലോ ഞാൻ ഈ വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ച് അറിയുന്നത്. നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ഇല്ലേ, തോമസ് ആൽവ എഡിസൺ 1800 അങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആ സമയത്ത് അദ്ദേഹത്തെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ചെയ്ത കമ്പനിയാണ് JP മോർഗൻ. ആ പുള്ളിക്ക് ഫണ്ട് ചെയ്തത് മനസ്സിലായി. JP മോർഗൻ ഫണ്ട് ചെയ്തിട്ടാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കാനുള്ള ഫാക്ടറി ഉണ്ടാക്കിയത്, ആ ടീമിനെ ഉണ്ടാക്കിയത്. അന്നത്തെ കാലത്ത് ആ രാജ്യത്ത് ഇത്തരം ഫണ്ടിങ്ങും കാര്യങ്ങളും നടന്നിരുന്നു എന്നതാണ് ആ രാജ്യം ഇന്ന് ലോകം ഭരിക്കാൻ കാരണം.
നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? നമ്മൾ ആ സമയത്ത് പുലയൻ 30 അടി മാറി നടക്ക്, ഈഴവൻ 20 അടി മാറി നടക്ക്, നായര് അതെ 10 അടി അതെ. മാറി നടക്കുന്ന പറഞ്ഞ് ആ അടി അളന്ന സമയത്ത് ഇന്നും അവൻ ഇവിടെ അവിടെ സാധനം ഏറെക്കുറെ അത് ഉണ്ടാക്കും. തന്നെയാണ് ആ നടക്കുന്നത്. അതുകൊണ്ടാണ്. അതായിരുന്നു നമ്മളന്ന് ചെയ്തോണ്ടിരുന്നത്. അതെ അതെ. 1893 മറ്റേ ബോസ്റ്റണിൽ ഞാൻ ചെന്ന ബോസ്റ്റണിലെ ഭൂമിക്കടിയിൽ ഭൂഗർഭ റെയിൽവേ തുടങ്ങിയവൻ ആ സമയത്ത്. അത് ഉദ്ഘാടനം ചെയ്ത ബോർഡോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം വരെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ നമ്മളീ പറഞ്ഞ പോലെ ആയിരുന്നു. മുലക്കച്ച കെട്ടണ്ടേ, അവക്ക് കെട്ടാൻ പറ്റിയാലേ എന്ന് പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് അതാ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ലോകത്തിന് മുൻപേ സഞ്ചരിക്കുന്നോ ലോകം നമ്മുടെ കീഴിലാവും. അമേരിക്കക്കാരൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടേ നാനൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പേ അവൻ പണി തുടങ്ങിയെന്ന് അവിടെ. അതെ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു സ്ഥലം ഏതായിരുന്നു ബിസിനസ് ചെയ്യാനായിട്ട്? when you started doing business? അതിന് വേണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങളിപ്പോ ചോദിക്കും കേരളം, അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ എനിക്ക് മനസ്സിലായി. ചോദ്യത്തിനാന്ന് ചോദിച്ചാൽ മനസ്സിലായി. ഞാനത് മാത്യു സാറിന്റെ വായിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തതായിരുന്നു. നമ്മളെപ്പോഴും ഇല്ലേ, എപ്പോഴും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അതെ അതെ അതായത് നിങ്ങൾ എന്തെല്ലാം തടസ്സങ്ങളുണ്ടല്ലോ അത് ആദ്യമേ അങ്ങ് നേരിടാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ള കുഴപ്പമില്ല, പിന്നത്തെ വഴി ഭയങ്കര ഈസി ആയിരിക്കും. അതെ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേരളത്തിൽ കേരളത്തിൽ തന്നെ തന്നെ തുടങ്ങണം. തുടങ്ങണം. അതെ അതെ ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്ത് പഠിച്ചാൽ ദീപയ്ക്ക് ലോകത്തെ എവിടെ പോയി കച്ചവടം ചെയ്യാം, ഒരു അതെ സംശയമില്ല. അതെ. അതുകൊണ്ട് ഇതിനെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. കറക്റ്റ്. കാരണം ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എക്സാക്ട് പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞത്. അപ്പം നമ്മൾ കൂടുതലും വേറൊരാളുടെ ഗ്രോത്തിലേക്കല്ല, വേറൊരാളുടെ അവരെ പൊളിച്ച് താഴോട്ട് വരുത്തുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരിടത്തൊന്നും ബുക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതെന്താ പറയാ, അത് മലയാളികളുടെ സ്വഭാവം. അതെ എനിക്ക് എന്നേക്കാളും സ്നേഹമാണ് ദീപയോട്. അതെ 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 മനസ്സിലായോ? അതെ. ദീപ തകരാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ഞാൻ അതുകൊണ്ടാണ് മനസ്സിലായോ. ദീപ എങ്ങോട്ട് പോകുന്നു, ദീപ എന്ത് ചെയ്യുന്നു, അതെ ദീപ അതെ സുരക്ഷിതമായി തിരിച്ചു വരുന്നുണ്ടോ, അതെ അതെ അത് പോകുന്ന എന്റെ വഴി വല്ലതും റെസ്പോൺസിബിലിറ്റിയാണ്. അതെല്ലാം എനിക്ക് അന്വേഷിക്കാൻ, എന്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം അതിനാണ്. അതെ അതെ. അത് നമ്മുടെ ഒരു പൊതു സ്വഭാവം. പക്ഷെ അതിലൂടെ പോയതിനു ശേഷം വന്നൊരു എക്സ്പീരിയൻസ് ഒരു ബുക്കിന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് അത്രയും സ്ട്രോങ് ആയി നിൽക്കാൻ കാരണവും അത്. ഉറപ്പായിട്ടും. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻഫാക്ട് നമ്മളിപ്പം ആമസോണിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അപ്പോഴാണ് നമ്മൾ വേറെ ഇതിലോട്ട് മാറിയത്. അപ്പൊ സാറിന്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അവർ ഏറ്റെടുത്ത് ഒരു അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടഡ് ഇങ്ങനെ വരുമ്പോഴേ ആദ്യം കുറെ ഷാന്റെ കണക്ഷനുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് ഏഞ്ചൽ ഫണ്ടിങ് നടത്തി. ഇതൊക്കെ സത്യമാണല്ലേ? പഠിച്ച് വായിച്ച് ഏഞ്ചൽ ഫണ്ടിങ്, വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊക്കെ ഏതൊരു ബിസിനസ്മാന്റെയും സത്യമാണെന്ന് ആഗ്രഹം. അതെ. അല്ല അത് പക്ഷെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ അതിനു മുമ്പ് തന്നെ വായിച്ചൊക്കെ ഇന്റർനെറ്റിൽ കിട്ടും വാട്ട് ഈസ് ഏഞ്ചൽ. അപ്പോ ഷാന്റെ അടുത്ത് ചെന്നപ്പോ ഷാൻ അതിൽ കുറെ ആൾക്കാരുടെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അങ്ങനെ വന്ന് ഒരു സമയത്ത് മേരി മീക്കർ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. മേരി മീക്കർ. ഈ മേരി മീക്കർ എന്ന് പറയുന്ന ലേഡി ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് അവരുടെ ലേഖനത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കമ്പനിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് ലോകത്തിലെ മുഴുവൻ വെഞ്ചർ ഫണ്ടിങ് നടത്തുന്ന കമ്പനികൾക്കുള്ള ഒരു സൂചനയാണത്. അത്രയും ഫേമസ് ആയ ഒരു ലേഡിയാ. അപ്പൊ മേരി മീക്കർ ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ട് 5 കമ്പനികളുടെ പേരെഴുതി അവരുടെ ലേഖനത്തിൽ. അവർ പറഞ്ഞു ഈ 5 കമ്പനികളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്, പുറകോട്ട് നോക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞ് അവർ കണ്ടുപിടിച്ച 5 കമ്പനികളിൽ ഒന്ന് ഫ്രഷ് ടു ഹോം ആയിരുന്നു. അങ്ങനെ പല പല ആൾക്കാർ, ആദ്യം വ്യക്തികൾ വന്നു, അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, അങ്ങനെ വലിയ വലിയ ആൾക്കാർ വന്നു. അങ്ങനെയാണ് പിന്നെ ഒരാൾ വന്ന് 2 പേര് വന്ന് മെയിൻ ആൾക്കാരൊക്കെ നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവർ പിന്നെ ലോകത്തുള്ള ഇത്തരം വലിയ കമ്പനികളൊക്കെ അവരത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അവർ അവസാനം ആമസോൺ വന്നത്. അതിനു മുമ്പ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഗവൺമെന്റിന്റെ സ്ഥാപനവും നമ്മളുടെ ഫ്രഷ് ഹോമിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു വേറൊരു ലോകത്തേക്ക്, ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പാൻഷൻ. അവരൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ആധാരം കൊണ്ട് ബാങ്ക് വെക്കേണ്ടി വരും. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ അതിന് ലിമിറ്റേഷൻ ഉണ്ടായി. ആ ഗ്രോത്തിന് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ലോകം തന്നെ തുറന്നു വന്നു അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അവർ എന്റെയോ ഷാന്റെയോ അല്ലെ ഞങ്ങളുടെ കോ ഫൗണ്ടേഴ്സിന്റെ അളിയന്മാരൊന്നുമല്ല. അവര് പൈസ ഇടുന്നതിന് അവർക്ക് കുറെ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അവര് പഠിച്ചിട്ടേ വരുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് അവൻ എനിക്ക് പരിചയം, അവൻ ഇച്ചിരി കാശ് കൊടുത്തേക്കാന്ന് അവരാരും പരിചയമില്ല. അവര് നമ്മളെ കുറിച്ചും നമ്മൾ പറയുന്നതിനെ കുറിച്ചും നമ്മൾ വളരാനുള്ള സാധ്യതയുണ്ടോ എന്ന് എല്ലാവരും നമ്മളെക്കാളും നന്നായിട്ട് നമ്മളെ പഠിക്കുമല്ലോ. അങ്ങനെ പഠിച്ചിട്ട് ഓക്കെ എന്ന് തോന്നുമ്പോൾ മാത്രമേ ഒരു പൈസ ആയിട്ട് വരുള്ളൂ.
അങ്ങനെ. പക്ഷെ പൈസയായിട്ട് വരും എന്നൊരു സാധനം ലോകത്തുണ്ട്. ഞാനത് പറയുന്നത് ഇപ്പോൾ ഫ്രഷ് ടു ഹോമിന് പൈസ കിട്ടി എന്നതിനപ്പുറത്ത് നമ്മുടെ കേരളത്തിലെ ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും ഇതൊരു വാതായനം തുറക്കലാണ്. നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ടാണെങ്കിൽ, നല്ല ടീം ഉണ്ടെങ്കിൽ, ഒരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഫീൽഡ് വളരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളെ തേടി ആൾക്കാർ പൈസ ആയിക്കോട്ട് വരുമെന്ന്. അത് ഫ്രഷ് ഹോം കുറച്ച് മലയാളികളിടയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അങ്ങനെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ വേറൊരു, ഞാൻ പലപ്പോഴും മാത്യു സാറിന്റെ ടോക്സ് കേൾക്കുന്നതിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ആയൊരു, എന്നെ വളരെയധികം സ്പാർക്കായി മാറിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മോസ്റ്റ്ലി ഈ സ്റ്റാർട്ടപ്പുകാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനും ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇതെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ പൈസ എടുക്കും. അത് ചിലപ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഹൗ ഡു യു മാനേജ് യുവർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദി എക്സ്പെൻസസ് അറ്റ് ഹോം? ഇതെങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് പീരീഡിൽ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ തെറ്റ് ഞാൻ പറയുന്നതെല്ലാം ഉണ്ടല്ലോ, ഞാനൊരു MBA പഠിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചറിഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൽ നിന്നാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ അത് തെറ്റായിരുന്നെന്ന് ബോധ്യപ്പെടാം, പിന്നെ അത് ആവർത്തിക്കരുതല്ല. അങ്ങനെ ഞാൻ ചെയ്തു പോയ തെറ്റുകളിലൂടെയാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കാറുള്ളത്. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സാധനമില്ലേ, ഇത് ഞാനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അബദ്ധം ഞാൻ പറയാം. നമ്മളുടെ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ്, നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് പെരവയ്ക്കും, സ്ഥലം മേടിക്കും, മകളെ കെട്ടിക്കും, കാറ് മേടിക്കും, അല്ലെ? ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തെറ്റാണ് നമ്മളെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ ചോദിക്കും, പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യാൻ ചോദിക്കും, കുടുംബം ജീവിക്കണ്ടേ? അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മളൊരു മാസം കൃത്യമായ ഒരു എമൗണ്ട് ശമ്പളം എടുക്കുന്നത് പോലെ വേണം നിങ്ങൾ കമ്പനിയിൽ നിന്ന് എടുക്കാൻ. ബ്രേക്ക് ഈവൻ ആകുന്നത് വരെ ആയിരുന്നു നിങ്ങൾക്കൊരു ആ എടുക്കുന്ന എമൗണ്ട് വളരെ ചുരുക്കി അതേപോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ സ്കൂട്ടറിൽ നടന്നാലും ബിസിനസ് തുടങ്ങിയതെങ്കിൽ ഞാൻ പറയും അടുത്ത 2 വർഷം കൂടി നിങ്ങൾ ആ സ്കൂട്ടറിൽ തന്നെ നടക്കണം. ഏതൊരു ബിസിനസ്സിനും ആദ്യത്തെ ഒരു 1-2 വർഷം എപ്പോഴും സ്ട്രഗിൾ കൂടുതലായിരിക്കും. അപ്പൊ ആ 2 വർഷം നിങ്ങൾ ആ സ്കൂട്ടറിൽ തന്നെ നടക്കണം. നിങ്ങൾ ഇപ്പോഴും ഫ്രഷ് ഹോമിൽ ഞങ്ങളുടെ കോപ്പൗണ്ടിൽ ഞങ്ങൾ കൃത്യമായ ഒരു സാലറി എടുക്കുന്നത് എല്ലാ മാസവും. അങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ എല്ലാവർക്കും തോന്നണ പോലെ അവനവൻ ആവശ്യമുള്ള കാശും വലിച്ചുകൊണ്ട് പോയാൽ ഏത് കമ്പനിയും നിലനിൽക്കുകയില്ല. അത് നമ്മുടെ ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിയോ, എനിക്കറിയാവുന്ന പല മേഖലകളിലെയും അടിസ്ഥാന പ്രശ്നം ഫണ്ട് മാനേജ് ചെയ്യുന്നതിലെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. അത് നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് ഫണ്ട് നമ്മൾ നോക്കി കളിക്കണം. പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് നമ്മൾ കളിക്കുകയേ ചെയ്യരുത്. അത് ഒരു വലിയൊരു ലേണിംഗ്, ഭയങ്കര പാട്ടാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത അബദ്ധങ്ങളാണ്. പിന്നെ നമ്മൾ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇനിയിപ്പോ എത്ര എംപ്ലോയീസ് ഉണ്ട് ഫ്രഷ് ഹോമിൽ? ഫ്രഷ് ഹോമിന് നമുക്ക് ഇന്ത്യയിൽ 13 ഫാക്ടറി ഉണ്ട്, ദുബായിൽ ഒരു ഫാക്ടറി ഉണ്ട്. ഇതെല്ലാം കൂടി ഞങ്ങൾ 17,000 ആൾക്കാർക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ജോലി കൊടുക്കുന്നുണ്ട്. 15,000-ൽ നിന്ന് തുടങ്ങി, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് 4,000 കോടിയിലെത്തിയ ഒരു, ഞങ്ങളുടെ വാല്യൂഷൻ 4,500 കോടിയാണ്. ഓക്കെ. ആൻഡ് ഇപ്പൊ മക്കളൊക്കെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ? എനിക്ക് 2 മക്കളാണ്. മോള് കല്യാണം കഴിച്ചു മൂവാറ്റുപുഴയില. മോള് അവിടെ തന്നെ അവളൊരു സ്വന്തം ബിസിനസ് തുടങ്ങി. മോൻ ഇപ്പൊ MBA കഴിഞ്ഞിട്ട് ഫ്രഷ് ടു ഹോമിൽ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. ട്രെയിനിങ് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഇവനിപ്പോ നമ്മുടെ ദുബായിലുള്ള എക്സ്പോർട്ടിങ്ങിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെയുണ്ട്. ഓക്കെ. അപ്പം ഈ യുവതലമുറയ്ക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? യുനോ, സോ മെനി, ഞാനിപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പല പ്രോഗ്രാമിലും there are so many people who come up with ideas. പക്ഷെ ഇവരോടൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകളെ കാണുന്ന ഒരാളാണ്. 2 തരത്തിലെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഐഡിയകളാണ്. ഐഡിയ ഒത്തിരി പേർക്കുണ്ടാവും. ഐഡിയ മാത്രം പോരാ, നമ്മളത് പ്രവർത്തിവത്തിൽ എത്തിക്കാനുള്ള ഒരു കഷ്ടപ്പാടിന്റെ ഒരു കാലമുണ്ട്. മനസ്സിലായി? അതാണ് ഏറ്റവും കൂടുതൽ പാട്. ചിലപ്പോൾ ലുങ്കി ഉടുത്ത് റോട്ടിൽ ഇരിക്കേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറാകണം. പ്രത്യേകിച്ച് വലിയ സമ്പത്തൊന്നും അല്ലാത്ത വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക്. ഇപ്പോൾ സാമ്പത്തികമുള്ളൊരു വീട്ടിലാണ് ഒരുപക്ഷെ നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് അതുവഴി പണിക്കാരെയൊക്കെ വെച്ച് തുടങ്ങാമെന്ന് വയ്ക്കാം. എന്നെയൊക്കെ പോലെ ഒരു സാധാരണക്കാരനാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടം വരെ താഴാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ഏത് താഴ്ചയും അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കണം.
പിന്നെ സ്വപ്നം എത്രയുണ്ടെന്നൊരു കാര്യമില്ല, നമ്മളത് എങ്ങനെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാം എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അത് നിങ്ങളൊരു ടാർഗറ്റ് ചെയ്ത് എഴുതി വെച്ച് പോകണം. ജൂൺ 1-ാം തീയതി, 2-ാം തീയതി, മാസം ജൂലൈയിൽ, ഓഗസ്റ്റിൽ എന്താവും, അങ്ങനെ എഴുതി വെച്ച് പോകണം നിങ്ങൾ. അങ്ങനത്തെ ആ ടാർഗറ്റിലേക്ക് നടന്നു പോകണം. ഞങ്ങൾ 2015 ഞങ്ങൾ കൂടിയപ്പോൾ ഷാൻ എഴുതി വെച്ചൊരു പേപ്പറുണ്ട്, ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ ബാംഗ്ലൂർ ഓഫീസിൽ വരുവാണെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങളുടെ ഫ്രെയിം ചെയ്ത ബുക്ക് വെച്ചിട്ടുണ്ട്, ആ സാധനം ഇട്ടിട്ടുണ്ട്. അതിനെ വിഷൻ ബോർഡ് എന്ന് വിളിക്കാമല്ലേ? അതെ, അന്ന് ഞാൻ എൻ്റെ ഉണ്ട് ആ ഫോട്ടോ. അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. നമുക്കൊരു റോഡ് മാപ്പ് അല്ലേ? ഒരു റോഡ് മാപ്പ് വേണം. അത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. ഞങ്ങളുടെ ഓഫീസിൽ തൂക്കിയിട്ടുണ്ട് അപ്പം അത്. ഞാൻ ഇന്നാളെ ചെന്നപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു. ഞാനിതൊരു കോളേജിൽ പറയുമ്പോഴേ അതിലിറങ്ങിയപ്പോൾ ഒരു സാറിന് സംശയം, നിങ്ങളത് വെറുതെ പറയുന്നതാണോ. അപ്പം ഞാൻ ഇന്നാളെ ഒരു ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചും കൊടുത്ത്, പിന്നെ ഞാനൊരെണ്ണം ഫോട്ടോ എടുത്ത് ഇവിടെ ഇടുകയും ചെയ്തു. നമ്മളിതിനെ ഞാനൊരു ലൈഫ് കോച്ചും കൂടിയാണ്, അപ്പൊ ട്രെയിനറാണ്. അപ്പൊ നമ്മളിതിനെ വിഷൻ ബോർഡ് എന്ന് പറയും. നിങ്ങൾ അന്നത് എഴുതി നമ്മൾ അതിന്റെ പിക്ചേഴ്സ് വെക്കും, ഇതൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന്. ഏറ്റവും അടി കണ്ട ഞാൻ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങണത് ഫിഷ് ലവ്സ് 2015 പാരഡൈസ്, ഫിഷ് ലവേഴ്സ് പാരഡൈസ്, ക്ലോൺ മാത്യു. മാത്യുവിനെ ക്ലോൺ, ബിക്കോസ് ഒരാള് മാത്രം അതിലിരുന്ന എന്തെങ്കിലും വന്നു പോയാൽ എന്ത് ചെയ്യും? എനിക്ക് മാത്രമേ ഡൊമൈൻ എക്സ്പോർട്ട് അറിയാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാത്യുവിനെ ക്ലോൺ ചെയ്ത് എങ്ങനെയാണ് അതിൽ B2B പ്ലസ് സോഴ്സിങ് എല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ വർഷം കഴിയുന്നുണ്ട് സൈഡിൽ. 2016 അത്. അപ്പൊ അതിന് സൊല്യൂഷൻ കിട്ടിയോ? അല്ല, അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഇതിൽ എഴുതിയ വർഷം വരെ ഞങ്ങൾ ഈ എഴുതിയതിനേക്കാളും വലിയ ടാർഗറ്റിൽ എത്തി ഞങ്ങള്. ലാർജസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് പ്ലെയേഴ്സ് ഇൻ ഇന്ത്യ. ഇതിപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ഇടുന്ന ഒരു കാര്യം കൂടിയാണ് അബൌട്ട് വിഷൻ ബോർഡ്. പലപ്പോഴും നമ്മളത് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാർ അത് മനസ്സിലേക്ക് ചിരിയോട് കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എങ്ങനെയാ പോസിബിൾ എന്ന്. ഇപ്പം എൻ്റെ ലൈഫിൽ പല അച്ചീവ്മെന്റ്സും ഞാൻ ഇങ്ങനെയാണ്. ഇതന്ന് അത്രയും അറിവില്ലെങ്കിലും അതിനെ ഒരു ഡോക്യുമെന്റ് ആക്കി നിങ്ങൾ. അതൊരു വളരെ നല്ലൊരു എന്താ പറയുക ദീർഘവീക്ഷണം ആണത്. അത്രയും തീവ്രമായിരുന്നു അല്ലേ ഈ ഒരു ജേർണി, അത്രയും ദൂരെ പോകുന്നുള്ള ഒരു വിശ്വാസവും ഐ എം റെഡി ടു സാക്രിഫൈസ് എൻ്റെ ഈ ഒരു വൺ മാൻ ആർമീനെ ഞാൻ ഇവരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു റിസെപ്റ്റീവ്നെസ്, ഓപ്പൺനെസ്, അതൊരു സാറിന്റെ ഒരു വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. അതിന് ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് യു വാണ്ടഡ് ടു ഗ്രോ ബിഗ്. അതൊരു അല്ല, ഞാൻ പറയാം, ഞാനും ഷാനോ കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. അതെ, ഒരുപക്ഷെ ഞാനൊരു ടെക്നോളജി ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഒരു കുറച്ചുകൂടിയൊക്കെ വളരുമായിരിക്കാം. ഈ VC സർക്കിൾ പറഞ്ഞാൽ ആരെങ്കിലൊക്കെ വന്ന് ചെറിയ വെഞ്ചർ ക്യാപിറ്റലൊക്കെ നടത്തുമായിരിക്കാം. അല്ലാതെ ഇന്നിരിക്കുന്ന ഒരു ലെവലിലേക്ക് ആകാനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ലേ? അല്ല, ഇവരാരും ഇല്ലാരും ഞാൻ ഇത്ര ആയനെ എന്ന് ധരിക്കുന്ന ഒരു മണ്ടനൊന്നും അല്ല ഞാൻ. ആ ടീം വരുമ്പോഴുള്ള വ്യത്യാസം, ഞാൻ ടീം ഇല്ലാത്തപ്പോഴും ടീം ഉള്ളപ്പോഴും ഞാൻ അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ടീം ഉണ്ടാകുമ്പോൾ ആ ടീം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെക്കാമായിരുന്നു, പക്ഷെ അതിനും ഒരു പരിമിതി അല്ലേ, അവരെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇതൊരു കുറച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് ചേരുന്നു, ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നു, അത് ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്വപ്നത്തിലേക്ക് നടന്നു പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുക. അതുകൊണ്ട് നമ്മുടെ യുവത്വത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലോകത്ത് എവിടെ നിൽക്കുന്നവരെക്കാളും ഭാഗ്യവാന്മാരാണ്. കാരണം ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുന്ന മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ എല്ലാരും ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതെ, അവരെല്ലാരും എങ്ങോട്ടാ പോകുന്നത്? അവരെല്ലാരും പോയി അവിടെ ഏതൊക്കെയോ ആൾക്കാരുടെ കീഴെ ജോലി ചെയ്യുക അല്ലെ. എന്നിട്ട് അവരവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്റ്റിനെ അവർ ഇന്ത്യയിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോ ഗൂഗിളും മൈക്രോസോഫ്റ്റ് ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരിലെ കുറച്ച് ടോപ്പിലുള്ള ആൾക്കാരെയൊക്കെ അറിയാം. ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള 25 പേരെ നിങ്ങൾ ലോകത്തിൽ ഏത് കമ്പനി എടുത്താലും മിനിമം 2 പേര് ഇന്ത്യക്കാരെ, മിക്കവാറും മലയാളികളായിരിക്കും. എന്നിട്ട് അവരവരുടെ പ്രൊഡക്റ്റ് എവിടെ വിൽക്കും? അവർ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാൻ നോക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ടായിട്ടും ഇന്ത്യയിൽ ലോകം കീഴടക്കിയെന്ന് പറയാവുന്ന ഒരു ബ്രാൻഡ് ഇപ്പോഴും ഇല്ല, ഇല്ലേ? ഇപ്പോഴും നമ്മുടെ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ടോ? ലോകം കീഴടക്കിയ ബ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇല്ല. അത്തരം ബ്രാൻഡുകൾ ഉണ്ടാകേണ്ടത് ശരിക്കും ഇവിടുന്നാണ്. അത്തരം ബ്രാൻഡുകൾ എത്രയോ നമ്മുടെ ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്തി ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നു.
അപ്പോൾ നമ്മൾക്ക് പക്ഷെ അതിനുള്ള കഴിവില്ലാത്തവരാണോ, അവരെക്കാളൊക്കെ കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ ആ കമ്പനിയൊക്കെ നമ്മളെ അങ്ങോട്ട് എടുക്കുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് ഇപ്പോഴത്തെ ഈ 10 വർഷവും കഴിഞ്ഞ 10 വർഷവും എങ്ങനെയാണ് പോയത് നമ്മുടെ അന്നത്തെ സമയത്ത്? കഴിഞ്ഞ 10 വർഷം, ഈ കഴിഞ്ഞ 10 അതിനു മുമ്പുള്ള 10 വർഷങ്ങളിലെ പുറകോട്ട് നോക്കിയാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളും എല്ലാ മനുഷ്യരിലും ഉണ്ടാക്കി വെച്ച ഒരു തെറ്റായ സിദ്ധാന്തമുണ്ട്. അതായത് ബിസിനസ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ആരെയൊക്കെയോ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന ഒരു തെറ്റായ സിദ്ധാന്തത്തെ നമ്മളിവിടെ ഊട്ടി ഉറപ്പിച്ചിരുന്നു. അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം പുറകോട്ട് വലിച്ചിട്ടുണ്ട്, എല്ലാ മേഖലകളിലും പുറകോട്ട് വലിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ബിസിനസ് സംസ്ഥാനമോ ബിസിനസ് രാജ്യമോ ആകാതെ നമ്മളൊരു എംപ്ലോയി സംസ്ഥാനമായി മാറി. നമ്മളെല്ലാവരും സേഫ് സോണിലുള്ള ജോലിയെ തേടിപ്പോയത് അതിനാണ് കൂടുതൽ അന്തസ്. ബിസിനസ് ചെയ്യുന്നവൻ ഞങ്ങളെയൊക്കെ ഊറ്റിക്കഴിയുന്നവനാണെന്നുള്ളൊരു തെറ്റായ സിദ്ധാന്തം ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് കഴിഞ്ഞൊരു 10 വർഷമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബിസിനസ്സും ബിസിനസ്സുകാരോടും ഉണ്ടാകണം, എങ്കിലേ രാജ്യം രക്ഷപ്പെടൂ എന്നൊരു ചിന്താഗതി ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നത് നമുക്ക് നല്ലൊരു സൂചനയാണ്. ഇനി അങ്ങോട്ട് അത് വലുതായിക്കൊണ്ടേയിരിക്കും. ക്രെഡിന്റെ കുനാൽ ഷോ പറഞ്ഞിട്ടുണ്ടേ, നിങ്ങൾ ഹോളിവുഡ് നടന്മാരെ ആഘോഷിക്കുന്നതിനാൽ കൂടുതൽ നിങ്ങൾ എന്ന് ഇന്ത്യൻ ബിസിനസ്സുകാരെ സെലിബ്രിറ്റികൾ ആഘോഷിക്കുന്നോ അന്ന് ഇന്ത്യയുടെ നിറം മാറുമെന്നാണ്. അതെ, വളരെ ലോജിക്കൽ ആണ്. നിങ്ങൾ വെറുതെ ആലോചിച്ചു, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം ട്രംപിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഗൂഗിൾ എന്നും മൈക്രോസോഫ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇല്ലേ? ഇന്ന് ഇന്ത്യയിൽ തന്നെ മോദിജി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രാവശ്യം നമ്മൾ അദാനി എന്നും അംബാനി എന്നും പറയുന്നുണ്ട്. അത് ആ ബിസിനസ്സുകാരനാണ്, ബിസിനസ്സാണ് ഈ ലോകം ഭരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ. ആ മാർക്കറ്റിൽ വളരാൻ നമ്മൾ ആവുന്നില്ലെങ്കിൽ ഈ മാർക്കറ്റ് പിടിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് വരും. അപ്പം ഇപ്പൊ ഫ്രഷ് ടോമിന്റെ നെക്സ്റ്റ് 5 years 10 years എന്താണ് വിഷൻ? ഫ്രഷ് ടോം ഇപ്പൊ ഇന്ത്യയിലെ ലോക്കൽ മാർക്കറ്റിലാണ്, ഇന്ത്യയിലെ UAE-യിൽ ഞങ്ങളൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ 1 വർഷമായി കേരളത്തിൽ എക്സ്പോർട്ട് തുടങ്ങി. ഇപ്പം നമ്മൾ ദുബായിലും എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെയും പ്രൊഡക്റ്റുകളെ നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും എത്തിക്കുക എന്നൊരു പ്രയത്നത്തിന്റെ പിന്നിലാണ്. അതിന്റെ ഒരു 1,000 കോടിയുടെ ബിസിനസ് ആക്കാനാണ് നമ്മളൊരു കോടിക്കപ്പുറത്ത് നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു സ്വപ്നം പറയാം, അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ സൂപ്പർ മാർക്കറ്റ് കറങ്ങി നടക്കുമ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഫ്രഷ് ടു ഹോമിന്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. ഭയങ്കര അഭിമാനമായിരിക്കല്ലേ? നമ്മൾ അമേരിക്കയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, നമ്മൾ ആൾക്കാർ ചെല്ലുമ്പോൾ ഫ്രഷ് ടു ഹോം എന്ന് എഴുതിയൊരു ബ്രാൻഡ്, ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവണം, അല്ലേ? എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതൊരു ഇൻഎവിറ്റബിൾ സാധനമായി മാറണം, എപ്പോഴും അത്രയും ഡിമാൻഡ് വരുന്നതായി. അതാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനം. അത് എത്തിയില്ലെന്ന് പറയാം, ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. റിസൾട്ട് എങ്ങനെ വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇല്ല, ഇതുവരെയുള്ള എല്ലാ സ്വപ്നങ്ങളും അത്രയും തീവ്രമായതുകൊണ്ട് അത് ഉറപ്പായിട്ട് വിഷ്വലൈസ് ചെയ്ത് കിട്ടി. ഇതും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോട്ട് ഓഫ് ലേണിംഗ് ഫോർ മീ. ഞാൻ ആഗ്രഹിച്ച ഒരു ഇന്റർവ്യൂ ആണിത്. എന്റെയും വിഷ്വലൈസേഷന്റെ ഒക്കെ പാർട്ട് തന്നെയാണ് കേട്ടോ സാർക്ക് ഇവിടെ വരുന്നത്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ സർ. ഐ എം ഷുവർ ഈ ഒരു ഇന്റർവ്യൂ സോ മെനി അതർ എപ്പിസോഡ്സ് എല്ലാം വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വിൽ ബി ഒരു സീഡ് ഇട്ട പോലെയാണ് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ. ഓരോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതും. ഐ എം ഷുവർ യു ഓൾ വിൽ ലവ് ഇറ്റ്. So thank you so much, sir, for coming here. I hope you liked the conversation. Wish you all the best. Thank you very much.